Hi, welcome to the Innovations. We will see Chakka item. Chakka chips are Chakka varuthathu. Now, we will Chakka task. Chakka work doubts. Chakka work 5 minutes crispy. We search for pala paladum pari. Challenge on that onakit or onakit or the kernel or pet Chakka sherry taste. About Namka Chella tips. Okay, which it is a Parakala, Kedu, crispy and Chella market. Mainly number of Chakka, Erkumum, Sadika, Karim, Putri Muta Chakka. Mankara Chakka and Shiriki water content out. At another curriculum, I'm a crispy and about Mukundan Totta Mumbler. When I edit the Chakka, the canola body. What's a nice at the Chakka? Now, any luckily kitty other Adigam Canilla the Chakana. So, in e bagum, Nala Cano, cut the colonization. Orchard. Upon our canola bag of the water content now better than another. See, they got a better Tanatu. In a way or another, Paladum Chakka, Ariman and Upu. Upu portaykum prashtam namukku ariyam water content vellam porthekku varum vellam porthekku vannitte aage oru nanavu vannitte varkum oru sugalla undavum appo iva karyangal shradhichu kazhinjal namukku njanippo veruthe chakka ode eduthu vechitullu onnum idile uppo manjal podi atyavashyamanenkil cheertha madi chakka varukkumbo oru color kittan oru gunam maathame manjal podikku ullu venamenkil maathram cheertha madi njanippo veruthe chakka cut cheyidu vechitullu onnum cheyidilla idile eppozhanu uppu cherkkendathu njan valiye kaanichu tharam njanippo aadya oru Really, children and for the Chuda kit. Really, Chuda was the Belgian or Churkan water. A Belgian of the Chuda even breath again. Each Chakka, e adequately at the can. And to tell efforts under other country money. Okay. Chakka
ഇത് എപ്പോഴും അങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വെന്തോട്ടെ കേട്ടോ. ഞാൻ കുറച്ചധികം എണ്ണ എടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിം വേണ്ട, ഒന്ന് മീഡിയം ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ഫ്ലെയിം. വേവുന്ന സമയം കൊണ്ട് നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ശരിക്കും ഞാൻ മഞ്ഞൾപ്പൊടി ഇടാനുള്ള കാരണം നോക്കി നമ്മുടെ ചക്ക നോക്കുകയാണെങ്കിൽ ശരിക്കും വെളുത്തിരിക്കുക. അതുകൊണ്ട് മഞ്ഞളിട്ട് കൊടുത്തേ. ഇപ്പം ഇത് ഏകദേശം ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി, ഒത്തിരി ഒഴിക്കണ്ട കേട്ടോ. പൊട്ടിത്തെറിക്കുന്ന പേടിയൊന്നും വേണ്ട, വലിയ പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ചക്ക നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണേ. നമ്മളിതിൽ അടുത്ത സെറ്റ് ഇതിലിട്ട് കൊടുക്കുകയാണേ. ഇതൊരു 3/4 ഭാഗം വേകട്ടെ. ഒന്നും കൂടെ ഞാൻ മഞ്ഞളോളം ഒഴിച്ച് കാണിക്കാം. മഞ്ഞളും ഉപ്പും കൂടെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റും ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. എല്ലാം പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. ആണ് എൻ്റെ പ്രത്യേകത. നല്ല പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർന്ന് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞ നിറം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചുള്ളൂ കേട്ടോ. ഉപ്പിൻ്റെ അളവ് നോക്കണം. അപ്പോൾ ഇതും അതുപോലെ വേവട്ടെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ എടുത്താൽ കിട്ടും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ അത് കളർ മാറി കിട്ടും. ആദ്യത്തെ സെറ്റ് മൊത്തം മക്കൾ കഴിച്ചു തീർത്തു കേട്ടോ. ഇനി കുറെ അധികം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ചെയ്യണമെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൂടെ എല്ലാം വറുത്തതിന് ശേഷം നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ പച്ച ചക്ക കൊണ്ടുള്ള ക്രിസ്പി ഫ്രൈ, ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. സൗണ്ട് ആയിട്ട് തന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു വലിയ ചക്കയിൽ എത്ര ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചക്ക വളരെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. ആർക്ക് വേണം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ കാലം കേടുകൂടാതെ എന്നൊരു ടിപ്സ് ഞാൻ പറഞ്ഞു. ആ ടിപ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കുറേ ദിവസം പ്രശ്നം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് സൂക്ഷിച്ചാൽ മതി. അതല്ല എങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബാഗിലോ ഒരു ബോട്ടിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയും കുറേ കാലം നന്നായിട്ടിരിക്കും. സോ ഇത് വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എല്ലാം വളരെ പാകമായിട്ട് വന്നിട്ട് ലക്കിലി എനിക്ക് ഈ ചക്ക വളരെ ആപ്റ്റായിരുന്നു. കറക്റ്റ് പാകത്തിനുള്ള ചക്കയായത് കൊണ്ടാവാം ഇത്രയും സൂപ്പറായിട്ട് വന്നു. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചക്ക കൊണ്ടുള്ള ഇനിയും കുറേ ഐറ്റംസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചക്ക അടച്ചോ.